എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വോയിസ് ഓവർ വിജയം കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവത്തില്ലായിരിക്കും. പറഞ്ഞു ഇതാണെങ്കിൽ കേടായ ഒരു ബൾബ് ഇരുന്നതാണ്. എവിടെയോ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടപ്പോൾ ആണെങ്കിൽ ഇങ്ങനെ കേടായ ബൾബൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടെന്ന് പറഞ്ഞു. അപ്പം തന്നെ പോയിട്ട് എന്താ മേടിച്ച് അന്നൊരു ദിവസം ഞാനൊരു ദിവസം യൂട്യൂബിൽ കണ്ട ഈ വീഡിയോ ഇങ്ങനെ. കാരണം ഇതൊരു കേടായ ബൾബ് ഇങ്ങനെ ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന്. പക്ഷെ നമുക്കറിയില്ലായിരുന്നു. എന്നാലും നോക്കാമെന്നും കണ്ട് ഞാൻ നോക്കിയപ്പം പക്ഷെ സോൾഡറിങ് അയൺ വേണമായിരുന്നു. അപ്പം അത് നമ്മുടെ ഇല്ലായിരുന്നല്ലോ. അതാണ് ഇത് ഈ സോൾഡറിങ് അയണാണ് ഈ സംഭവം. അതെ, എനിക്ക് സത്യം പറഞ്ഞാൽ കറക്റ്റ് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല ആ കേട്ടോ. സംഗതി ഇല്ലായിരുന്നു. അപ്പം ഞാൻ അന്നേരം തന്നെ പോയിട്ട് എന്തായാലും വേണം അത് പോയി ഒരെണ്ണം വാങ്ങിച്ചു. അന്നേരം തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ബൾബ് അതിൻ്റെ നമ്മുടെ ഇത്ര പുതിയ സൈസ് ആ ബൾബല്ലേ, മറ്റേ സാധാ CFL അല്ലല്ലോ അത്. ഇത് LED ആയതുകൊണ്ട് അതിനകത്ത് അതിൻ്റെ ആ മണ്ടയ്ക്കത്തെ കവറില്ലേ, ഒരു ടോപ്പിൽ കവറുണ്ട്, ആ വെള്ള കവർ. അത് നമ്മൾ ചെറുതായിട്ട് സ്ക്രൂ ഡ്രൈവറിന് 2-3 കുത്ത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇളകി പോരും. അത് ഇളകി പോന്ന് കഴിയുമ്പോൾ ഇതിനകത്ത് ഫുള്ള് LED ഇതാ ലൈറ്റുകളാണ് ചെറുതായിട്ടുള്ളത്. അപ്പം അതിനകത്ത് ഏതോ നമ്മളതിങ്ങനെ ഇത് എടുത്തു കഴിഞ്ഞാൽ അത് ഞാൻ ആദ്യം കണ്ടായിരുന്നു. അതെങ്ങനെ പിന്നെ കേടായ LED അവിടെ ആണെങ്കിൽ ഒരു കുത്തു പോലൊരു പാടുണ്ട്. പെട്ടെന്ന് നോക്കിയാൽ കാണത്തുമില്ല. നമ്മളെ ഈ മൊബൈലിന്റെ വെട്ടം ഇങ്ങനെ തിരിച്ച് മൊബൈലിന്റെ ടോർച്ച് തിരിച്ച് ഇങ്ങനെ വെച്ച് അടിച്ച് നോക്കിയാൽ കറക്റ്റ് അറിയാൻ പറ്റും ആ കുത്ത് എവിടെ ഉള്ളതെന്നുള്ളത്. ചിലപ്പോൾ ഒരു ബൾബ്, ചിലപ്പോൾ 2 ബൾബ്, അങ്ങനെയൊക്കെ 2-3 പോയിരിക്കും. അപ്പൊ അത് നമ്മൾ നമ്മൾ ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ ടോർച്ച് ചെയ്ത് നോക്കിയപ്പം ആ ഒരെണ്ണം പോയതാണ്ടോ. അപ്പൊ അത് നമ്മളിനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ക്രൂ ഡ്രൈവറിന് ചെറുതായിട്ടൊന്ന് ഉരച്ച് കളയണം. ഒന്ന് ഉരച്ച് അത് ചെറുതായിട്ടൊന്ന് ഉരച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആ സോൾഡറിങ്ങിൻ്റെ അതൊന്ന് ചൂടാക്കിയിട്ട് അതിന്റെ ഇതുണ്ടല്ലോ, കമ്പി എന്തായാലും പറയാം, അതിനെന്തൊരു പേര് പറയാം, സോളിഡോ ലെഡോ, ആ സാധനം എടുത്തിട്ട് അതിങ്ങനെ എടുത്തിട്ട് അത് തമ്മിലൊന്ന് ഒന്ന് യോജിപ്പിക്കണം. ആ കൂട്ടി നമ്മളങ്ങനെ ഇതാക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട് ആ ലൈറ്റ് ഇങ്ങനെ മിന്നുന്നേ, മനസ്സിലായോ? അതിങ്ങനെ ചെറുതായിട്ട് മിന്നും. നമ്മൾ അടുപ്പിച്ച് നമ്മൾ കണ്ടു കഴിയുമ്പോൾ അറിയാൻ പറ്റും കറക്റ്റായിട്ട് അത് മിന്നും. എന്നിട്ട് അത് നമ്മൾ കറക്റ്റ് ആണോ അത് മിന്നുന്നുണ്ടോ നല്ലതായിട്ട് അറിയാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ ആ കണക്ഷൻ ഒരു ഇതുപോലെ കാണുന്നുണ്ടോ. എന്തായാലും ഞാൻ അതങ്ങനെ കൂട്ടി പിടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സംഗതി ഓക്കെ ആയി. ഇല്ലേ? അതെ, പക്ഷെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, അത് ഓക്കെ ആവുമെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തായാലും അത് ചൂടാക്കി റെഡിയാക്കി ഞാൻ. റെഡിയാക്കിയാൽ നമുക്ക് കാണാം അല്ലേ? അപ്പൊ ഇതിങ്ങനെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേന പോലിരിക്കുന്ന ആ മൊന പോലിരിക്കുന്ന അങ്ങനെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോ അത് ശരിക്കും അങ്ങോട്ട് മെൽറ്റ് ആവുന്നില്ലായിരുന്നു അല്ലേ? ചെറിയൊരു ചരിവ് ഒരു അത് മൊന പോലെ കറക്റ്റ് ഇരിക്കുന്നുണ്ട്. അത് ഓക്കെ ആയിക്കോളൂ. ഞാൻ പക്ഷെ ഇത് ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ ആ മെഴുക് പോലിരിക്കുന്ന അതെന്തോ സംഭവം എന്തോ അതിനകത്ത് മുക്കിയിട്ട് ഈ കമ്പിയുടെ മുക്കി കഴിയുമ്പോഴാണ് കറക്റ്റ് ഇതാകത്തുള്ളൂ. മെൽറ്റ് ആവുന്നുണ്ട്. അപ്പൊ ഇത് ശരിയാക്കിയിട്ട് ഇടാൻ നോക്കുവാണ്. അപ്പം ഞാൻ എഞ്ചിനോട് പറയുന്നത് മാറി നേരം അഥവാ പൊട്ടിത്തെറിച്ചാൽ എഞ്ചിനൊക്കെ മാറി വെപ്പുണ്ട്. അപ്പൊ ചോദിക്കുന്ന മെയിൻ ആണെങ്കിൽ സ്വിച്ച് ഇട്ടിട്ടുണ്ടോ കാരണം പണ്ട് എന്നെ കറണ്ട് അടിച്ച് താഴെ പോയത്, അതാണ് എനിക്ക് പേടിയാണ്. ആ കഥ നമുക്ക് പിന്നെ പറയാം അല്ലേ? അപ്പൊ നമുക്കാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കല്ലേ ഫസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയാം. അതെ, എന്തായാലും ഇട്ട് നോക്കി. ആദ്യം പാളി, എന്നാലും നോക്കാം. അടുത്ത ട്രയല് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ.